അപ്പോൾ ഞാൻ അവിടെ നിൽക്കുമ്പോൾ തൊട്ടടുത്ത വീട്ടിൽ ചോദിച്ചിട്ട് ചേച്ചി പെൻഷൻ കിട്ടുന്നുണ്ടോ എന്ന് അവിടെയുള്ള 65 വയസ്സായ സ്ത്രീയോട് ചോദിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അവർ പറഞ്ഞത് 2000 രൂപ ഇപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് പെൻഷൻ വേണ്ടേ? അത് അപ്പോൾ ആ സ്ത്രീ പറയാണ് അത് ഈ സർക്കാർ വന്നാലേ കിട്ടുള്ളൂ, മറ്റേ സർക്കാർ വന്നപ്പോൾ 1.5 വർഷം കിട്ടിയില്ല. ഇത് സ്വാഭാവികമായിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടായില്ല ഇത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞതുപോലെ ഇത് ഒരു ഘടകമായി തന്നെ പ്രവർത്തിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. പിന്നെ എന്തു വന്നാലും ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് സ്ഥാനാർത്ഥി നിർണയം വലിയ പങ്കുണ്ട്. കാരണം നമ്മൾ ഇതാ വിജയിച്ചു കഴിഞ്ഞു എന്നുള്ള ഒരു രീതിയിൽ ഈ സ്ഥാനാർത്ഥി നിർണയം തീരെ ശ്രദ്ധിക്കാത്ത വിധത്തിൽ പോയിട്ടുണ്ട്. 2, ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞു എന്നുള്ള ഒരു വല്ലാത്ത ആത്മവിശ്വാസത്തിൽ ഇടത് പ്രവർത്തകർ നിന്നു. അവിടെ കോൺഗ്രസിൻ്റെ ഒരു മെച്ചം, കോൺഗ്രസിന് ആ തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞതുപോലെ ഈ സ്ഥാനാർത്ഥികൾ അവർ വളരെ ശ്രദ്ധയോടെ നിർണ്ണയിക്കാൻ പറ്റി. അതുകൊണ്ടാണ് ഇപ്പോൾ തിരുവനന്തപുരം പോലെയുള്ള ഒരു കോർപ്പറേഷനിൽ KS ശബരീനാഥനെ ഇട്ടത് വളരെ ഗുണം ചെയ്തു. അവർ 20 സീറ്റിലേ കിട്ടിയുള്ളൂ. പക്ഷെ ആ 20 സീറ്റ് കിട്ടിയത് KS ശബരീനാഥിനെ പോലെ ഒരാളിനെ മുന്നിൽ നിന്ന് നയിക്കാൻ അവർ നിശ്ചയിച്ചു എന്നുള്ളതുകൊണ്ട്. അപ്പോൾ UDF അവിടെ സ്കോർ ചെയ്തു. അപ്പോൾ ആ രീതിയിൽ വെച്ചപ്പോൾ LDF ആണെങ്കിൽ ഒരു ഞങ്ങളെന്തായാലും ജയിച്ചിരിക്കുകയാണല്ലോ എന്ന മട്ടിലൊരു അലസമായി നിന്നത് തിരിച്ചടിയായി. അതിനുശേഷം ആ തോൽവി ഞാൻ മനസ്സിലാക്കിയിടത്തോളം അതിനുശേഷം LDF വളരെ ഒരുപാട് മുന്നിൽ വന്നിട്ടുണ്ട്. അതിനുശേഷമാണ് അവരുടെ ഭരണ നേട്ടങ്ങളെക്കുറിച്ച് അവർ സാധാരണക്കാർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നു. അവിടെ ഈ സാധാരണക്കാർക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ആ പ്രോസസ്സ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം UDF എത്രമാത്രം ചെയ്തു എന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട്. അവർ പിന്നീട് ഈ പറഞ്ഞതുപോലെ കോൺക്ലേവുകൾ നടത്തുന്നു. അങ്ങനെയൊക്കെയുള്ള ഉപരിപ്ലവമായ കാര്യങ്ങളിലും ഈ പറഞ്ഞതുപോലെ, പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ കാണാൻ കഴിയാത്ത വിധത്തിൽ കോൺഗ്രസ് നേതാക്കൾക്ക് ഒരുമിച്ചിരിക്കാനുള്ള ഒരു വേദി ഉണ്ടായി. അത് അങ്ങനെ കോൺഗ്രസിൽ പതിവില്ലാത്തതാണ്. അത് എത്രമാത്രം ഗുണകരമാണ് എന്നുള്ളത് എന്തായാലും ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ.